ഈ സെക്ഷനിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. വേരിയബിൾസിലും വാല്യൂസിലും എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുവാൻ, അതായത് ഓപ്പറേഷൻസ് ചെയ്യുവാൻ വേണ്ടിയാണ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വേരിയബിൾസ് ആണ് ഡേറ്റ. ആ ഡേറ്റ ആകുന്ന വേരിയബിൾസിൽ എന്തൊക്കെ ചെയ്യണമെന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഓപ്പറേറ്റേഴ്സ്. പലതരം ഓപ്പറേറ്റേഴ്സ് പൈത്തണിലുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാത്സിൽ നമുക്കറിയാം പലതരം അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇതിൽ പ്ലസും മൈനസും, അതായത് അഡീഷനും സബ്ട്രാക്ഷനും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു വേരിയബിളും ഒരു ഡിജിറ്റും തമ്മിൽ അഡീഷനാണ്, അതിന് പ്ലസ് സൈൻ. നമ്മൾ മാത്സിൽ യൂസ് ചെയ്യുന്നത് തന്നെ പ്ലസ് സൈനാണ് ഉപയോഗിക്കുന്നത്. സബ്ട്രാക്ഷന് മൈനസ് സൈനുമാണ്. ഇത് റൺ ചെയ്യുമ്പോൾ ഇവിടെ ആൻസർ കാണാം, പ്ലസും മൈനസും. അതിൻ്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയുള്ളത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എക്സ് സൈനാണ് മാത്സിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയാണെങ്കിൽ ആസ്ട്രിക്സ് ആണ്, ഒരു സ്റ്റാർ പോലത്തെ സൈനാണ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. 2 × 3 എന്നാണ് അതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാം, 6. അതുപോലെ തന്നെ ഒരു നമ്പറിൻ്റെ പവർ കാണാൻ 3 × 2 എന്നത് 3⁻² എന്ന് എഴുതാം. അതിനായിട്ട് ഉപയോഗിക്കുന്നത് എക്സ്പോണൻഷ്യൽ ഓപ്പറേറ്ററാണ്. 2 സ്റ്റാറാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. 3⁻² എന്നാണ് ഇത് റീഡ് ചെയ്യുന്നത്. 3⁻² = 9. ഇനിയുള്ളത് ഡിവിഷനാണ്. ഡിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫോർവേഡ് സ്ലാഷ് സൈനാണ്. 20/4 എന്നാണ്, 20/4 ഫോർവേഡ് സ്ലാഷാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കാണാം 5.0. നമ്മൾ കൊടുത്തത് രണ്ടും ഇൻറ്റിജേഴ്സാണ്, പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നത് ഒരു ഫ്ലോട്ട് നമ്പറാണ്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ റിസൾട്ട് ആണെങ്കിൽ ഒരു ഇൻറ്റിജർ ആകണമെന്നില്ല. ചിലപ്പോൾ ഇതുപോലെ 20/3 എന്ന് വരുമ്പോൾ അതിൻ്റെ ആൻസർ ഒരു ഫ്ലോട്ട് നമ്പറായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിവിഷൻ എപ്പോഴും റിട്ടേൺ ചെയ്യുന്ന ഒരു ഫ്ലോട്ട് നമ്പറായിരിക്കും. അതൊരു ഹോൾ നമ്പർ ആണെങ്കിൽ പോലും ഒരു ഫ്ലോട്ട് ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി പ്രോഗ്രാമിങ്ങിൽ മാത്രം കാണുന്ന ഒരു തരം ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ. ഈ പെർസെൻറ്റേജ് സൈനാണ് അതിന് യൂസ് ചെയ്യുന്നത്. 15 മോഡുലസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്ര വരും, റിമൈൻഡർ വരുന്ന ആ ഒരു ഡിജിറ്റായി ആ ഒരു നമ്പറായിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. 15/6 എന്ന് പറയുമ്പോൾ 2 വിത്ത് റിമൈൻഡർ 3. ആ 3 ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഈ അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്പറുകളിൽ മാത്രമല്ല, വേണമെങ്കിൽ സ്ട്രിങ്ങിലും യൂസ് ചെയ്യാം. ഇതുപോലെ str1 + str2 എന്ന് വെച്ചാൽ അത് കോൺകാറ്റിനേഷനാണ്. ഇത് രണ്ടും ജോയിൻ ചെയ്യാനാണ് ഈ പ്ലസ് സൈൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഇത് രണ്ടും ജോയിൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് ആയിരിക്കും. ഈ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രിങ്ങും ഒരു ഇൻറ്റിജറുമാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതൊരു എററായിരിക്കും വരുന്നത്. കാരണം ഒരു സ്ട്രിങ്ങിൻ്റെ കൂടെ ഡിജിറ്റ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സ്ട്രിങ് മാത്രമേ ഉള്ളൂ കോൺകാറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും സ്ട്രിങ്ങിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. str1 × 4 എന്ന് കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് 4 പ്രാവശ്യം ഈ ആദ്യത്തെ സ്ട്രിങ് റിപ്പീറ്റ് ചെയ്ത് ജോയിൻ ചെയ്തിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനിയുള്ളത് കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. കമ്പാരിസൺ ഓപ്പറേറ്റർ 2 വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഈ 2 = സൈൻ. അത് ഈ വാല്യൂ സെയിം, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ 2 = എന്ന കമ്പാരിസൺ ഓപ്പറേറ്റർ. ഇവിടെ ഇത് സെയിം ആയതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് ട്രൂ ആണ്. ഇതുപോലെ 2 നമ്പറുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് വലുതാണോ ചെറുതാണോ എന്ന് ഉപയോഗിക്കാൻ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഉപയോഗിക്കും. ഈ ആദ്യത്തെ നമ്പർ ഇതിനേക്കാളും വലുതാണെങ്കിൽ ഇവിടെ ട്രൂ റിട്ടേൺ ചെയ്യും. അതുപോലെ തന്നെ ലെസ് ദാനും നമുക്ക് ഉപയോഗിക്കാം. ഈ ഗ്രേറ്റർ ദാനും ലെസ് ദാനും മാത്രമല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നതും കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സാണ്. ഇതിപ്പോൾ 5ഉം 5ൽ താഴെയാണെങ്കിലും റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയതുകൊണ്ട് അതിൻ്റെ റിസൾട്ടും ട്രൂ ആയിരിക്കും. ഇത്രയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ്, ഓർ, നോട്ട് എന്നിവയാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ബൂളിയൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബൂളിയൻസ് ആണ് വരുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ട്രൂ ആണ്. ആൻഡ് വന്നു കഴിഞ്ഞാൽ 2 സൈഡും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ. അല്ലാത്ത ഏത് കേസിലാണെങ്കിലും, ഒരു ട്രൂവും ഒരു ഫോൾസും ആണെങ്കിലോ ഫോൾസും ഫോൾസും ആണെങ്കിലും റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിരിക്കും. ഈ 4 കേസിൽ ആ കൂടി ഇത് മാത്രമേ ട്രൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ. അതാണ് ആൻഡ് ഓപ്പറേറ്റർ. ഇതുപോലെ തന്നെ ഓർ ഓപ്പറേറ്റർ ഉണ്ട്. ഓർ ഓപ്പറേറ്റർ ആണെങ്കിൽ ലെഫ്റ്റ് ഓർ റൈറ്റ്, ലെഫ്റ്റിലോ റൈറ്റിലോ അല്ലെങ്കിൽ രണ്ടും ട്രൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. 2 ഫോൾസ് ആണെങ്കിൽ മാത്രം, ഈ ഒരു കേസിൽ മാത്രമായിരിക്കും ഫോൾസ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ കാണാം ഇത് 3ഉം ട്രൂ ആണ്, 4ാമത്തെ മാത്രമാണ് ഫോൾസ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു ലോജിക്കൽ ഓപ്പറേറ്റർ ഉള്ളത് നോട്ടാണ്. നോട്ട് ഓപ്പറേറ്റർ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ വാല്യൂവിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡോ ഓറോ പോലെ 2 വാല്യൂ വേണ്ട.
ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, ഫോൾസ് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആയിരിക്കും. ആ ബൂളിയൻ വാല്യൂ ഫ്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയുള്ളത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇന്നും നോട്ട് ഇന്നുമാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. ഇവിടെ ഈ ലിസ്റ്റിൽ 1 ഇൻ ഈ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൻ്റെ അകത്ത് 1 ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. അതിന് പകരം നോട്ട് ഇൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്ത് ഫോൾസ് ആയിരിക്കും. ഇനി 1ന് പകരം 10 കൊടുത്തു കഴിഞ്ഞാൽ ഇതിലില്ലാത്തതാണ് 10, അതുകൊണ്ട് റിട്ടേൺ ചെയ്ത് ട്രൂ ആണ്. ഇൻ ഓപ്പറേറ്റർ നമ്പേഴ്സിൽ മാത്രമല്ല സ്ട്രിങ്ങിലും വേണം യൂസ് ചെയ്യാൻ. ഉദാഹരണത്തിന് ഇവിടെ ഡോഗ് ഇൻ മൈ പെറ്റ് ഡോഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആണ് വരുന്നത്. കാരണം ഡോഗ് എന്ന വേർഡ് ഈ സൂപ്പർ സ്ട്രിങ്ങിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡോഗ്മ എന്ന് കൊടുത്തു കഴിഞ്ഞാലും റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. കാരണം ഈ 3 ക്യാരക്ടേഴ്സ് മാത്രമാണ്, ഒരു വേർഡായിട്ടല്ല കാണുന്നത്. ആ കൊടുത്തേക്കുന്ന ക്യാരക്ടേഴ്സ് ഇതിൻ്റെ അകത്തുണ്ടോ എന്നാണ് നോക്കുന്നത്.